കോൽക്കളിയിൽ 3.5 പതിറ്റാണ്ടിന്റെ പരിശീലന മികവ് അവകാശപ്പെടാനുണ്ട് മജീദ് കടമേരി ഗുരുക്കൾക്ക്. തനത് ശൈലിയുടെ വക്താവായ ഗുരുക്കൾക്ക് ശിഷ്യഗണങ്ങളും ഏറെയാണ്. ആർ.എച്ച്. ഹാരിസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. ഒൻപതാം ക്ലാസ് മുതൽ ആരംഭിച്ചതാണ് മജീദിന്റെ കോൽക്കളിയുമായുള്ള ചങ്ങാത്തം. മത്സരാർത്ഥിയും പരിശീലകനും ദശകങ്ങൾ പിന്നിടുന്ന ഗുരുക്കൾ കേരളത്തിൽ ഈ രംഗത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. സംസ്ഥാന സർക്കാരിന്റെ ഫോക്ലോർ അവാർഡ്, മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ ആദരവ് എന്നിവ സ്വന്തമാക്കിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് തുടങ്ങിയ കോൽക്കളിയോടുള്ള പ്രണയത്തിന്റെ തീവ്രമായ ഒരു ഇഞ്ച് പോലും കൈവിടാതെ നിലനിർത്താനാകുന്നത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഈ കോൽക്കളിയോടുള്ള അടങ്ങാത്ത ദാഹം തന്നെയാണെന്ന് മജീദ് ഗുരുക്കൾ പറഞ്ഞു. 28 വർഷമായി ഞങ്ങൾ കലോത്സവത്തിൽ, അതായത് സംസ്ഥാന കലോത്സവത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 35 വർഷത്തോളമായി ഞാൻ ഈ കലാഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ആ ബാലപാഠം എൻ്റെ അമ്മാവനിൽ നിന്നാണ്. പിന്നെ നിരവധി ഗുരുക്കന്മാരിൽ നിന്ന് കോൽക്കളി അഭ്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ തലശ്ശേരി മുബാറക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായിട്ടാണ് ഞങ്ങളിപ്പോൾ മത്സരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, പത്തനംതിട്ട തുടങ്ങിയ സ്കൂളുകളിലെയും കാലിക്കറ്റ് കുസാറ്റ് യൂണിവേഴ്സിറ്റി കലോത്സവത്തിലും CBSE മത്സരത്തിലും മജീദിന്റെ ശിഷ്യഗണങ്ങൾ കോൽക്കളികളിൽ മാറ്റുരയ്ക്കാറുണ്ട്. നാദാപുരത്തെ കോൽക്കളി ഗുരുക്കളായ അമ്മാവൻ അബ്ദുള്ള ഹാജിയിൽ നിന്നാണ് ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. OK അഹമ്മദ് ഗുരുക്കൾ, കല്ലേരിയിലെ മൊയ്തീൻ ഗുരുക്കൾ എന്നിവരാണ് പ്രധാന ഗുരുക്കന്മാർ. ഇത്തവണ തലശ്ശേരി മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമായാണ് തൃശൂർ കലോത്സവത്തിന് മജീദ് എത്തുന്നത്. കോൽക്കളിയുടെ തനത് ശൈലിയിൽ നിന്ന് കൃത്രിമമായി മാറ്റം വരുത്തുന്നതായും പരമ്പരാഗതമായി തലമുറകൾ കൈമാറ്റം ചെയ്തുവരുന്ന ഈ കലയെ ഇല്ലാതാക്കാനേ ഇത് കാരണമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു.